ചലച്ചിത്ര താരങ്ങളായ വിജയ്ക്കും തൃഷയ്ക്കും നേരെ സൈബർ ആക്രമണം. ഇരുവരും ഒരുമിച്ച് വിമാനയാത്ര നടത്തിന് പിന്നാലെയാണ് ഒരു വിഭാഗം അധിക്ഷേപ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. വിജയുടെ ഭാര്യയുടെ പേര് ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. റഹീസ്, അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയോ? ആളുകളാണ് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വിജയും തൃഷയും ഈ അടുത്ത് നടത്തിയ 2 ദിവസം മുൻപ് നടത്തിയ ഒരു വിമാനയാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. വിജയുടെ ഭാര്യ സംഗീതയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നത്. വ്യക്തി അധിക്ഷേപം കൊണ്ട് നിറയുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലുടനീളം വരുന്നത്. അതായത് ഈ വിജയും ഒപ്പം തന്നെ തൃഷയും യാത്ര ചെയ്തത് കീർത്തി സുരേഷിൻ്റെ വിവാഹാഘോഷ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ്. ഗോവയിലേക്കുള്ള യാത്രയാണ്. ഗോവ എന്ന് കാണുന്നു, വിജയും തൃഷയും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്ന് കാണുന്നു. ഒരു ചാർട്ടേഡ് വിമാനത്തിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. 6 പേർ മാത്രമുള്ള ഒരു യാത്രയായിരുന്നു. അത് കണ്ടതോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ ഇതൊരു വലിയ ഹേറ്റ് ക്യാമ്പയിനാക്കി മാറ്റിയത്. നേരത്തെ ഈ തൃഷയും വിജയുമായി ബന്ധപ്പെട്ട് ചില റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ളതടക്കമുള്ള റൂമറുകൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാര്യത്തിൽ ഇവർ പ്രതികരണം നടത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി വിജയും ഭാര്യയും തമ്മിൽ അസ്വാരസ്യത്തിലാണ് എന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ വരുന്നു. പൊതുവേദികളിൽ ഇവർ ഒരുമിച്ച് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ അത്തരത്തിൽ റൂമറുകൾ കൊണ്ട് നിറയുമ്പോൾ ഒരു ഹേറ്റ് ക്യാമ്പയിൻ എന്നാണ് പറയേണ്ടത്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വിജയ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. ആ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഒരു ഭാവിയുണ്ട്. അവരെ ഒരു മെയിൻ പ്ലെയറായി മറ്റു പാർട്ടികളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ എതിർ പാർട്ടികളുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രവർത്തകരുടെ ഹാൻഡിലുകളിലാണ് ഇപ്പോൾ വലിയ തോതിൽ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ ഇതുവരെ വിജയും തൃഷയും പ്രതികരിച്ചിട്ടുമില്ല. SKN.